വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം? അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ തരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ, സെക്കൻഡ് വൺ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ, തേർഡ് വൺ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി both 1 and 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി none. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സോഴ്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ? അതായത് സോഴ്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഫസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി, സെക്കൻഡ് വൺ അഡാപ്റ്റബിലിറ്റി, തേർഡ് വൺ ഇൻട്രസ്റ്റ് ഓഫ് മാനേജ്മെന്റ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി both 1 and 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി neither 1 nor 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. both 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ? അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്റ്റോറേജ് ഓഫ് അക്കൗണ്ടിംഗ് ഡേറ്റ ആൻഡ് ഓൺലൈൻ ഇൻപുട്ട്, സെക്കൻഡ് വൺ ഇൻസ്റ്റന്റ്ലി പ്രൊഡ്യൂസസ് ഡിഫറെന്റ് റിപ്പോർട്ട്സ്, തേർഡ് വൺ ഗ്രൂപ്പ് ഡിഫറെന്റ് അക്കൗണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി none. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. The dash of a vendor is also an important factor to consider while opting for a computerized accounting software. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് വെണ്ടറുടെ ഡാഷ്. ഫസ്റ്റ് വൺ ലെവൽ ഓഫ് പ്രോഫിറ്റ്, സെക്കൻഡ് വൺ ഹോണസ്റ്റി, തേർഡ് വൺ കേപ്പബിലിറ്റി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 3, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. only 3. അടുത്ത ക്വസ്റ്റ്യൻ. സോഫ്റ്റ്വെയർ മസ്റ്റ് ബി ഈസി ടു ഡാഷ്. അതായത് സോഫ്റ്റ്വെയർ എളുപ്പമുള്ളതായിരിക്കണം ഡാഷ്. ഓപ്ഷൻ ഫസ്റ്റ് വൺ ഇൻസ്റ്റാൾ, ഓപ്ഷൻ ബി അഡാപ്റ്റ്, ഓപ്ഷൻ സി അണ്ടർസ്റ്റാൻഡ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി none. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. Accounting packages are developed on the basis of a dash. അതായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിംഗ് പാക്കേജുകൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ്, സെക്കൻഡ് വൺ അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. both 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ആൻ അക്കൗണ്ടിംഗ് പാക്കേജ്? അതായത് ഒരു അക്കൗണ്ടിംഗ് പാക്കേജ് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്? ഫസ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, തേർഡ് വൺ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഫോർത്ത് വൺ ബേസിക്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, 4, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 3, 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. only 2. അടുത്ത ക്വസ്റ്റ്യൻ. ഫോളോയിങ് ബിസിനസ് ജനറലി റിക്വയർഡ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. അതായത് പിന്തുടരുന്ന ബിസിനസ്സുകൾക്ക് സാധാരണയായി ഇഷ്ടാനുസൃതമാക്കിയ സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഫസ്റ്റ് വൺ ബാങ്കിങ്, സെക്കൻഡ് വൺ മെഡിക്കൽ, തേർഡ് വൺ റീറ്റെയിൽ ഓർ പോയിന്റ് ഓഫ് സെയിൽ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ.
കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ് ഇൻ ഡിഫറെന്റ് നമ്പർ ഓഫ് വേസ്. അതായത് ഈ അക്കൗണ്ടിങ്ങിലെ കമ്പ്യൂട്ടറുകൾ പലതരത്തിൽ ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി ഇൻ ബാച്ച് പ്രോസസ്സിംഗ്. സെക്കൻഡ് വൺ യൂട്ടിലിറ്റി ഇൻ ഓൺലൈൻ ഇന്ററാക്റ്റീവ് പ്രോസസ്സിംഗ്. തേർഡ് വൺ യൂട്ടിലിറ്റി ഇൻ വേജ് / പേറോൾ സിസ്റ്റം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 1, 3. ഓപ്ഷൻ ഡി നണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫോർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം? അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഫസ്റ്റ് വൺ, ദ കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഡേറ്റാബേസ്. Second one, the computer accounting system does not weigh with the concept of creating and maintaining journals, ledger, etc. Option no. Option A only 1. Option B only 2. Option C both 1 and 2. Option D none of the above. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. only 1. അടുത്ത ക്വസ്റ്റ്യൻ. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആർ ഡാഷ്. അതായത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ലഭ്യമാണ് ഡാഷ്. ഫസ്റ്റ് വൺ റെഡിമെയ്ഡ് ഓർ ഓഫ് ദ ഷെൽഫ് സോഫ്റ്റ്വെയർ. സെക്കൻഡ് വൺ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. തേർഡ് വൺ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 and 2. ഓപ്ഷൻ ബി 1, 2, 3. ഓപ്ഷൻ സി 1, 3. ഓപ്ഷൻ ഡി നണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. Under the Income Tax Act in 1961, which of the following outlays incurred by Sun Limited during the previous year ended 31st March 2019 will not be admissible as deduction while computing its business income? അതായത് ഈ ആദായ നികുതി നിയമം 1961 പ്രകാരം 2019 മാർച്ച് 31 അവസാനിച്ച മുൻ വർഷത്തിൽ സൺ ലിമിറ്റഡ് നടത്തിയ ഇനി പറയുന്ന അടങ്കലുകളില് ഏതാണ് അതിന്റെ ബിസിനസ് വരുമാനം കണക്കാക്കുമ്പോൾ കിഴിവായി സ്വീകാര്യമായിരിക്കില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കോൺട്രിബ്യൂഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ക്യാഷ്. സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. തേർഡ് വൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെന്റ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി only 2. ഓപ്ഷൻ സി ബോത്ത് 1 and 2. ഓപ്ഷൻ ഡി 1, 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതായത് ഈ ഫോറിൻ വിദേശ നാണ്യ വിപണി. First one is organized as an over-the-counter market in which several hundred dealers stand ready to buy and sell deposits denominated in foreign currencies. Second one is very competitive. Third one functions are not differently from a centralized market. Option A 1, 2, 3. Option B 2 and 3. Option C 1 and 3. Option D none. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ലോങ് റൺ ഡാഷ് അഫക്ട് ദ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഡാഷ് വിനിമയ നിരക്കിനെ ബാധിക്കുന്നു. ഫസ്റ്റ് വൺ റിലേറ്റീവ് പ്രൈസ് ലെവൽസ്. സെക്കൻഡ് വൺ ടാരിഫ്സ് ആൻഡ് കോട്ടാസ്. തേർഡ് വൺ പ്രൊഡക്ടിവിറ്റി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി ബോത്ത് 1 and 3. ഓപ്ഷൻ സി 1, 2, 3. ഓപ്ഷൻ ഡി neither 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഫോറിൻ ഡെപ്പോസിറ്റ്സ് ഇൻക്രീസസ് ഹോൾഡിംഗ് എവറിത്തിങ് എൽസ് കോൺസ്റ്റന്റ്. അതായത് വിദേശ വിനിമയ വിപണിയിൽ വിദേശ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മറ്റെല്ലാം സ്ഥിരമായി നിലനിർത്തി. ഫസ്റ്റ് വൺ ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഷെഡ്യൂൾ ഫോർ ഫോറിൻ ഡെപ്പോസിറ്റ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. ദ സെക്കൻഡ് വൺ ദ ഡോളർ ഡെപ്രിസിയേറ്റ്സ്. തേർഡ് വൺ ദ ഫോറിൻ കറൻസി അപ്രിഷിയേറ്റ്സ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി only 2. ഓപ്ഷൻ സി 1, 2, 3. ഓപ്ഷൻ ഡി നണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? അതായത് ഇവയിൽ ഏതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം? ഫസ്റ്റ് വൺ റോൾ ഓഫ് ആൻ എക്കണോമിക് ബാരോമീറ്റർ, സെക്കൻഡ് വൺ വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, തേർഡ് വൺ എൻകറേജിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സേവിങ്സ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. Which of this is the regulatory body for the capital markets in India? അതായത് ഇവയിൽ ഏതാണ് ഇന്ത്യയിലെ മൂലധന വിപണികളുടെ നിയന്ത്രണ സ്ഥാപനം? ഫസ്റ്റ് വൺ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ്. സെക്കൻഡ് വൺ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. തേർഡ് വൺ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, IRDA. ഫോർത്ത് വൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി 1, 2, 3, 4, ഓപ്ഷൻ ഡി 1, 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. only 2, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൊമോട്ടർ ഓഫ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ഡാഷ്. അതായത് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രൊമോട്ടർ ഡാഷ് ആണ്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. Second one life insurance company, LIC and general insurance company, GIC. Third one industrial development bank of India, IDBI. Option നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി none. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is responsible for fluctuations in the Sensex? അതായത് സെൻസെക്സിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഇനി പറയുന്നവയിൽ ഏതാണ് ഉത്തരവാദി? ഫസ്റ്റ് വൺ മോണിറ്ററി പോളിസി, സെക്കൻഡ് വൺ ഫിസിക്കൽ പോളിസി, തേർഡ് വൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി ബോത്ത് 1 and 2, ഓപ്ഷൻ സി നൈദർ 1 nor 3, ഓപ്ഷൻ ഡി 1 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ബിലോ കുഡ് കോസ് എ സ്റ്റോക്ക് മാർക്കറ്റ് ടു abruptly lost its value? അതായത് താഴെയുള്ളവയില് ഏതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂല്യം പെട്ടെന്ന് നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത്? ഫസ്റ്റ് വൺ എ ടെററിസ്റ്റ് അറ്റാക്ക് occurrence, സെക്കൻഡ് വൺ എ സിഗ്നിഫിക്കന്റ് ഫേംസ് ഇൻസോൾവൻസി, തേർഡ് വൺ ഫിയർ ഓഫ് എ വേൾഡ് വൈഡ് എക്കണോമിക് റിസഷൻ. ഓപ്ഷൻ എ ആക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി ബോത്ത് 1 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.